ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സന്തോഷമായിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും എല്ലാ സമയത്തും സന്തോഷമായിരിക്കാൻ മിക്കവർക്കും സാധിക്കാറില്ല. തിയേറ്ററിൽ സിനിമയുടെ ആദ്യം പറയുന്നത് പോലെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ലേ? ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് നിങ്ങൾ സന്തോഷമായിരിക്കുന്ന സമയത്തിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ, സന്തോഷമായിരിക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂട്ടുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ കൂടുതൽ സമയം സന്തോഷമായിരിക്കാൻ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളെ സഹായിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതെ, ഇന്നത്തെ ടോപ്പിക് ഹാപ്പിനെസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഹാപ്പിനെസ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതാണ്. ഐഡന്റിഫൈ ദി തിങ്സ് വിച്ച് മേക്ക് യു ഹാപ്പി. നമുക്കതിനെ ഒന്നെങ്കിൽ ഹോബി എന്ന് പറയാം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ നിങ്ങൾ ഹാപ്പി ആകുന്നത് അതെല്ലാം ആദ്യമായി ഐഡന്റിഫൈ ചെയ്യുക. ഉദാഹരണമായി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നത്, റൈറ്റിങ്, റീഡിങ് എന്ന് വെച്ചാൽ പല കാര്യങ്ങളാകാം. ബുക്സ് ആകാം, സ്റ്റോറീസ് ആകാം, ന്യൂസ് പേപ്പർ ആകാം, മാഗസിൻ ആകാം, എന്ത് കാര്യങ്ങളും. റീഡിങ് ഏത് കാര്യങ്ങളും അതിലുൾപ്പെടും. ഗാർഡനിങ്, ഫാമിങ്, ഇല്ലെങ്കിൽ നമുക്ക് പറയാം കുക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 4 or 5 അതിലധികമോ ആളുകളുള്ള ഒരു വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതെല്ലാം കുക്ക് ചെയ്യുന്നത് ഒരാളുടെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ, അവിടുത്തെ ആ ഫുഡിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരാൾക്കാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതേസമയം നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്ത്, നമുക്ക് ഫ്രീ ആകുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫുഡ് നമ്മുടെ സൗകര്യം അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ കുക്കിങ്ങിനെ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കും അല്ലേ? മറ്റൊരു കാര്യമാണ്, ഫ്രണ്ട്സിനൊപ്പം അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയിൽ തന്നെ, നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടാറുണ്ട്. ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത് ബിസിനസ്സും അല്ലെങ്കിൽ ജോലിയൊക്കെ ആയിട്ട്, ജോലി പഠനം ഒക്കെ ആയിട്ട് വളരെ തിരക്കുള്ള ആളുകൾക്ക് അവരുടെ ഫാമിലിയിലെ അംഗങ്ങളെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കൂടി സംസാരിക്കുന്ന വീക്കെൻഡ്സിലാവാം അതിനുള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡ്രോയിങ്, അല്ലെങ്കിൽ പെയിന്റിങ്, ക്രാഫ്റ്റിങ്, പ്ലേയിങ് എനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ലേണിംഗ് ന്യൂ തിങ്സ്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, പബ്ലിക് സ്പീക്കിംഗ്, പൊതുവായിട്ട് ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലർക്ക് വീഡിയോ എഡിറ്റിംഗ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചിലർക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലർക്ക് താല്പര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് പറയാൻ കാരണം നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കുറെ എക്സാമ്പിൾ പറഞ്ഞത്. ഇനിയും ഒരുപാട് ഹോബീസ് അല്ലെങ്കിൽ ആളുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. വളരെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നത് ആ കാര്യം കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പലപ്പോഴും ഉത്തരവാദിത്തങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ ബാധ്യതയുള്ള ഒരാൾക്ക് അവരുടെ സ്വന്തം കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ സ്വയം സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരിക്കില്ല. പലർക്കും അത് അനുഭവമുള്ള കാര്യം തന്നെയാണ്. ആ സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആ സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയും കൂടി ബെനിഫിറ്റ് കിട്ടുമല്ലോ, ഇൻകം ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എനിക്ക് അത്രയും കൂടി ബെനിഫിറ്റ് കിട്ടുമല്ലോ എൻ്റെ കുടുംബത്തിനും, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് കൂടുതൽ സന്തോഷം കിട്ടുമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ മെന്റലി ഹാപ്പി ആകാതെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ജീവിതം മാറ്റി വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് മാറ്റങ്ങൾ വരും. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണോ അതിൽ നിന്നും ഒരുപാട് മാറ്റം നിങ്ങളുടെ മനസ്സിനും പെരുമാറ്റത്തിനും എല്ലാം ഉണ്ടാകും. ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ ഒരു എൻഡ് റിസൾട്ട് ആയിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണ്? എല്ലാവരെയും ഹാപ്പിയാക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഹാപ്പിയാക്കുക, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ കരുതുന്നു. പക്ഷേ വേറൊരു
സൈഡും കൂടി ഇതിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹാപ്പി അല്ലാതെ ആകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ മെന്റലി ഹാപ്പി അല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുന്ന കാര്യത്തിലും സ്നേഹത്തോടെ പെരുമാറാനോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോലും മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷവാനായിരിക്കേണ്ടത് അല്ലെങ്കിൽ സന്തോഷവതിയായി ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ 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 വലുതാണ്. വേറൊന്നുമല്ല, നിങ്ങൾ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നടപ്പാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ ഒക്കെ റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഹാപ്പി ആയിരുന്നേ മതിയാവൂ. നിങ്ങളുടെ മനസ്സിലെ നിങ്ങൾ ആദ്യം ഹാപ്പി ആക്കിയേ മതിയാവൂ. അതായത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ആദ്യം സന്തോഷവാനാകേണ്ടത്, സന്തോഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഹാപ്പി ആകുന്നത് വഴി നിങ്ങൾക്ക് എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്കില്ലും ടാലന്റും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാവാനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം റിസൾട്ട് കൂടുതൽ ഇപ്പോൾ കിട്ടുന്ന അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ കാര്യം പറഞ്ഞു, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തുക. ഇനി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷം അതെ, അടുത്ത കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കണ്ടെത്തിയ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ള ഏത് കാര്യത്തെക്കാളും പ്രാധാന്യം ആദ്യം ഈ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ നൽകുക. അതുവഴി നിങ്ങൾ ഹാപ്പിയാകുന്നു. നിങ്ങൾ ഹാപ്പിയാകുന്ന വഴി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നത്, അതിൻ്റെ എല്ലാം റിസൾട്ട് ഡബിളായി കിട്ടുന്നു. ഓക്കെ, ഇവിടെ ഹാപ്പിനെസ്സിന് വേണ്ടി 2 സ്റ്റെപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തുക. 2, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആകെ 2 കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നൗ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന അതേ പ്രാധാന്യം സ്വയം നിങ്ങളും നൽകുക. മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന പോലെ തന്നെ സ്വയം ഹാപ്പിയാകാനും, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം സ്വയം നൽകി ആദ്യം നിങ്ങൾ ഹാപ്പിയാകുക. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ഫ്രണ്ട്സ്, ഐഡന്റിഫൈ യുവർ ഹോബീസ് ഓർ ദ തിങ്സ് വിച്ച് മേക്ക് യു ഹാപ്പി ആൻഡ് ഡു ദീസ് തിങ്സ്. എൻജോയ് ലൈഫ്, എൻജോയ് എവറി മൊമെന്റ്. ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. പരമാവധി സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.